പക്ഷെ അവിടെ ടാർഗറ്റ് മറ്റവനാണ് അവന്. ആ വന്നു 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 ഇതല്ലേ ഇതല്ലേ ആ കാണിച്ചു കാണിച്ചു കാണിച്ചു. ഓ ആ അപ്പോൾ അങ്ങോട്ട് പിടിച്ച് നോട്ടെ. ഓ അടിപൊളി. അപ്പോൾ ടാർഗറ്റ് വെച്ച സാധനം കിട്ടിയിട്ടോ. കാണിച്ച് കാണിച്ച്. നിലത്തിട്ട് ചാടുമോ? ആ എന്നാൽ നിലത്തിട്ടോ. പറഞ്ഞൂടി ഉണ്ടല്ലേ? എടാ വലുതിനെ കാണിച്ചു നോട്ടെ. ആദ്യത്തെ വലിയ 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 വേണം നോട്ടെ. നേരെ പിടിക്കും. ഓ അപ്പോൾ ഇപ്പോൾ ഇവിടെ കിട്ടിയ നമുക്ക് ഇവിടെ കിട്ടിയ വലിയ കണ്ണാണ് കേട്ടോ. നമ്മൾ ടാർഗറ്റ് തരണം. ഈ വലിയ കണ്ണ അവിടെ ഉണ്ട് അവനെ കണ്ടിരുന്നു. അവ കിടന്ന് പൊളച്ചിരുന്നു. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. ലാസ്റ്റ് അവനെ പിടികൂടി. അപ്പോൾ കേസ് വെള്ളം വറ്റുന്നനുസരിച്ചിട്ടേ ഇവിടെ കൊറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ. കൊറ്റികൾ ഇവിടെ ചാടണ. അയ്യോ അവനെ കൊണ്ടുപോയാ? അയ്യോ നല്ല ക്യാഷ് ആയാലോ. ആ കണ്ണൻകുട്ടിനെ കൊറ്റി കൊണ്ടുപോയോ? അവിടെ ആ അപ്പോൾ അവർ വറ്റിച്ച് കൊടുക്കും. ആ കൊറ്റി വന്നിട്ട് എടുത്തിട്ട് പോയി. അപ്പോൾ ആ കൊറ്റി കൊണ്ടുപോയ കാഴ്ച നമ്മൾ കണ്ടു കേട്ടോ. അടിപൊളി കൊറ്റി ഗംഭീര. അവന്മാർ തമ്മിൽ തന്നെ തല്ലൂടുണ്ട്. ഒരു കുളക്കൊക്കനെ ഇവന്മാർ ചിന്ന വണ്ടികൾ ഓടിച്ചു. ഇവരെന്നെ തമ്മിൽ തല്ലണ. അടിപൊളി. അവിടെ ഗംഭീര വലുതുണ്ടായിരുന്നു. വേറെ കൈമ തട്ടിപ്പോയി. കല്ലെത്തി കുപ്പി പൊട്ടിച്ചെറിഞ്ഞ്. ഇതൊക്കെ കാൽമ കയറി എന്താ അവസ്ഥ? എന്താ കാട്ടിലൊക്കെ മിക്കവാറും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനത്തെ കുപ്പിയൊക്കെ അവിടെ കൊണ്ട് പൊട്ടിച്ചിട്ട് എടുക്കും. അപ്പോൾ ആനയുടെ ഒക്കെ കാലിൽ കയറും. അവരെ വലിയ അപകടത്തിൽപ്പെടും ആനയൊക്കെ. വീണ്ടും ഉണ്ട് ഇത് മുഴുവൻ അങ്ങനെ തോട്ടിൽ ആൾക്കാർ കുടിച്ച് കഴിഞ്ഞിട്ട് കുപ്പി വലിച്ചെറിഞ്ഞ് ഇവിടെ നടാം. അങ്ങനെ ചെയ്യരുതേ. നേരത്തെ വെട്ടിയേക്കാളും കുറച്ച് വലുപ്പമുണ്ട്. നല്ലൊരു കണ്ണ വെട്ടി അല്ലേ? അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതേ കോങ്ങലത്തെ നമ്മുടെ തോട് പറ്റിയപ്പോൾ അതിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അല്ല മീൻ കുറച്ച് ഉണ്ട്. അത് ഇപ്പോൾ പിടിക്കുകയാണ് കേട്ടോ. ബാലകൃഷ്ണേട്ടനും ടീമൊക്കെയാണ് രംഗത്തുള്ളത്. ആ സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അടിപൊളി. അവിടെ കൈ മുറിച്ച ആളവിടെ അവിടെ കൈ മുറിച്ചു. ആ ഇതിപ്പോൾ ആർക്കുള്ള യദു സച്ചു സുബിനല്ലേ? ആ പിന്നെ ആദിത്യനും ഉണ്ട്. അവിടെ നോട്ടെ. ഓ തിലോപ്പിയ ഉണ്ട്. പിന്നെ കല്ലുത്തി അല്ലേ? ആ ചക്കപ്പൊണ്ണനെ ശരിക്കുള്ള പേര് തിലോപ്പിയ എന്നല്ലേ? തിലോപ്പിയ. പിന്നെ പൂട്ട, പള്ളത്തി. കണ്ണുണ്ടോ എവിടെ? ആ അതിൽ കിടക്കണ്ടല്ലേ? കിട്ടിയിട്ട് വേണം. ആ അപ്പോൾ എന്താ കിട്ടി? ഇതെന്താ ഇപ്പോൾ? കണ്ണൻകുട്ടിയാ? ആ അടിപൊളി. നല്ലൊരു വരാലിൻ്റെ കുട്ടി കിട്ടിയിട്ടുണ്ട്. ഇതാ അതിട്. ഇതാ ആ അപ്പോൾ നല്ലൊരു വരാലിൻ്റെ കുട്ടി. ഇതെടുത്ത് വെച്ചോ. ഇതോടെ കൊണ്ടേക്കെ. ആ ബാലകൃഷ്ണേട്ടൻ ഉഷാറായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാലകൃഷ്ണേട്ടൻ ഉഷാറാക്കെ. നമുക്ക് സംഭവം വലുത് കിട്ടണ്ടേ? ചാടിപ്പോയാ ഇതിലോ? എവിടെ പതുങ്ങിയിരിക്കണ്ട അത്? ആ അടിപൊളി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടും വിചാരിക്കാം. ഇപ്പം സുബിനും രംഗത്തിറങ്ങിയിട്ടുണ്ട്. സുബിന് ഉണ്ടോ? ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ തപ്പലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമംഗലത്തെ വിശാലമായ പാടശേഖരം കേട്ടോ. പാടശേഖരത്തിൻ്റെ നടുക്കൂടെയുള്ള റോഡ്. തൊട്ടപ്പുറത്ത് തന്നെ പൂവത്രക്കുളമുണ്ട്. ഇപ്പോൾ തോട് ഇത് നേരെ ഒഴുകി പുളിയപ്പറ്റക്കായലിൽ ചേരേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ഇത് വറ്റി. ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്താണ് ഇത് വീണ്ടും സജീവമാവുക.
അപ്പോൾ അതിൽ അവശേഷിച്ച കുറച്ച് ഭാഗത്ത് മീനുകൾ വന്ന് കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിനെ കിട്ടുമെന്നാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ്, ആ കാഴ്ചകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ കേസ് ബാലശേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 2 കണ്ണൻ അതായത് വരാലുണ്ടായിരുന്നത് ഇപ്പുറത്തെ വലിയ കെട്ടിലേക്ക് ചാടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ബാലശേട്ടാ എന്താ കലക്കിയിട്ട് ചെളിയിൽ പൊന്തുമ്പോൾ അല്ലേ? ആ ഓക്കെ. അപ്പോൾ കലക്കി കഴിഞ്ഞാലേ ഇത് കണ്ണം പൊന്തുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണവിടെ ഉണ്ട് കേട്ടോ. ആരെ പേടിക്കണ ആൾക്കാര്? ഇവിടെ എന്തിനാണ് പേടിക്കണേ? പടച്ചാ പടച്ചപ്പോ പേടിച്ച തട്ടല്ലേ? അപ്പോൾ അത് ആദ്യത്തിന് സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കവുങ്ങിന്റെ ഇതെന്തിനാ വെച്ചതാ? അതോ ചാട്ടത്തിന് വെച്ചതാ? ആ ഹാ ഓക്കെ. എവിടെ? അയ്യോ ഗൈസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. ആ അവിടെ ഒരു അനക്കം കാണാനില്ല. എവിടെ? ആ എന്താ കേസ്? അയ്യോ ഇത് കണ്ണൻകുട്ടി. ആ 2 കണ്ണൻകുട്ടി കേട്ടോ. അപ്പോൾ ഇതാരാ? ഗുരുദേവല്ലേ? ഗുരുദേവ് എത്തിയിട്ടുണ്ട്. കിട്ടിയാ? അടിപൊളി. എന്താ കണ്ണൻകുട്ടിയല്ലേ? ആഹാ നോട്ടെ. ആ ഓക്കെ ഓക്കെ. കണ്ണൻകുട്ടി ഒരാളുടെ കുട്ടികൾ കിട്ടുന്നുണ്ട്. വലിയ സാധനം നമ്മൾ എന്തേലും വലയുടെ പീസ് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അല്ലെ പിന്നെ കോരി പറ്റിക്കണം. ഓ അവിടെ അമ്മോ ഒരു കുപ്പി പൊട്ടി കിടക്കട്ടെ, ഗ്ലാസ് കറക്റ്റ്. അതിൽ കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൊളന്നിട്ട് പോകും കാല്. അപ്പം എല്ലാവരും കാല് ശ്രദ്ധിക്കുക. അടിപൊളി ചില്ലാണ്. ഏത്? ഓ കാണിച്ചാ സുബിന
അയ്യോ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇത് സംഭവിക്കണം എന്താ വെച്ചാൽ കുപ്പിയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലാണ്ട് കയറി കഴിഞ്ഞാൽ വിവരം അറിയും. ഓ ഇതൊക്കെ നമ്മൾ ശേഖരിച്ചാണോ? അയ്യോ ഇത്രയും കുപ്പികളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ കിട്ടിയാടോ. ആ അതെ പറഞ്ഞല്ലേ, മീൻ പിടിക്കാൻ മാത്രമല്ല കുപ്പി ശേഖരിക്കുക, തോട് വൃത്തിയാക്കുക. ആ അതൊരു കണ്ണൻകുട്ടി. അതെ ആ ഓക്കെ. ഇത് കുറച്ച് വലുപ്പമുള്ളൊരു വരാലാട്ടാ. അടിപൊളി അടിപൊളി. ചേർന്ന് താഴ്ന്നിരിക്കായിരുന്നു എന്നെ പറഞ്ഞത് അവിടെ മൂന്നാമത്തെ. അപ്പോൾ എന്താ ശരി, ഇതിൽ വലിയ 2 കണ്ണൻ, അതായത് വരാല് ഉണ്ടെന്നാണ് ഒരു നിഗമനം. അങ്ങനെയാണ് സൂചന കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ പിടിച്ചിട്ടേ പോകണുള്ളൂ അല്ലേ? ആ അതെ അടിപൊളി അടിപൊളി. അയ്യോ ആദ്യം പിടിച്ചു പറഞ്ഞോ. ആ പറഞ്ഞ പോകണ്ടേ, ആദ്യം രക്ഷപ്പെടുത്തിയേനെ. അതെ 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 ആ പറഞ്ഞേക്കടാ, എല്ലാവരും ഒരേ സമയം തപ്പും അല്ലേ? ആ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് കുഴിയുണ്ട്. ഈ കുഴിയിലുണ്ടോ ചെറുപ്പിട്ടില്ല കൈ നോക്കട്ടെ. എവിടെ കിട്ടിയോ? പിടിക്കടാ, തപ്പ് തപ്പ് തപ്പ്, ഒപ്പം വിട്. ആയത്തിൻ്റെ അടുത്ത് എന്തോന്ന് ഒന്ന് പടഞ്ഞിട്ട് പോയി. പാമ്പൊന്നും വരില്ല, പാമ്പൊക്കെ ആ സെക്കൻഡ് പോയിണ്ടാവും ഇവിടെ നിന്ന്. എന്താ കല്ലെത്തിയ? ആ അപ്പേ വെള്ളം വാർത്ത് കളഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ പച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലശേട്ടൻ പിടിച്ചിട്ട് കൊടുത്താണ്. ആ ബാലശേട്ടൻ സ്കോർ ചെയ്തിരിക്കുക അല്ലേ? വെള്ളം കൊടുത്ത് വയറ് കൊടുത്തായിരുന്നു. ആ കുറേശ്ശെ കൂടും. അവിടെ കെട്ടില്ലേ, അവിടുന്ന് മുകളിൽ നിന്ന് കുറേശ്ശെ ഇങ്ങോട്ട് വരും. അതെന്തായാലും വരും. ബാലൻസ് ഇങ്ങോട്ട് നോക്കാണ്. ഒരു കല്ലുത്തി ഒരു കണ്ണുകുത്തി. ഇപ്പോൾ വീണ്ടും ഒരു കണ്ണൻകുട്ടി അല്ലേ? ഓക്കെ അടിപൊളി.
എവിടെ കാണിച്ചേ? അപ്പോൾ കേസ് സംഭവം എന്താ വെച്ചാലേ ഗംഭീര ഒരു കുപ്പിച്ചില്. ഇതൊക്കെ നമ്മുടെ കാലിലും കയ്യിലൊക്കെ തടുക കയറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി വാളി തന്നെ കേട്ടോ. അപ്പോൾ തോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ തന്നെ ആൾക്കാർ വലിച്ചെറിയണ വേസ്റ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ? ഇതുകൊണ്ട് പിന്നെ ഇവിടെ കയറ്റി വെച്ച ഈ കുപ്പിച്ചിലൊക്കെ തന്നെ തോട്ടിലും വയലിലും ഒക്കെ വലിച്ചെറിയുക. കുടിച്ച് കഴിഞ്ഞിട്ട് കുപ്പി പൊട്ടിച്ചെറിയുക കേട്ടോ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. കുപ്പി പൊട്ടിച്ചെറിഞ്ഞ് ഇതൊക്കെ കാൽമ കയറി എന്താ അവസ്ഥ എന്താ? കാട്ടിലൊക്കെ മിക്കവാറും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനത്തെ കുപ്പിയൊക്കെ അവിടെ കൊണ്ട് പൊട്ടിച്ചിട്ട് എടുക്കും. അപ്പോൾ ആനയുടെ ഒക്കെ കാലിൽ കയറും. അവരെ വലിയ അപകടത്തിൽപ്പെടും ആനയൊക്കെ. വീണ്ടും ഉണ്ട് ഇത് മുഴുവൻ അങ്ങനെ തോട്ടിൽ ആൾക്കാർ കുടിച്ച് കഴിഞ്ഞിട്ട് കുപ്പി വലിച്ചെറിഞ്ഞ് ഇവിടെ നടാം. അങ്ങനെ ചെയ്യരുതേ. ഓ നല്ലൊരു കണ്ണൻകുട്ടി. ആ എടുത്ത ഓക്കെ. ഇതാ വലിയൊരു മീനെ കിട്ടിയതാ. കാണിച്ചാലോ. ഓ എന്താ ചെറുതന്നെ. എന്നാലും നേരത്തെ കിട്ടിയേക്കാളും കുറച്ച് വലുപ്പമുണ്ട്. നല്ലൊരു കണ്ണൻകുട്ടി അല്ലേ? അടിപൊളി. ആ ഓ അപ്പോൾ ഇവിടെ നോക്ക്, ചെറിയൊരു കുഴിയാണ് കേട്ടോ. ഈ കുഴിയിലും നിറയെ മീനുകളുണ്ട്. അപ്പോൾ ഇവർക്കത് ഇത് തോട് പറ്റിയപ്പോൾ മീനുകൾക്ക് തോട് വഴിയാണ്ട് ദൂരെ കായലിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കുറച്ച് പേര് ഇവിടെ കുടുങ്ങിപ്പോയി. ബാക്കിയുള്ള ആളുകളൊക്കെ കായലിലേക്കും അവിടുന്ന് പുഴയിലേക്ക് എത്തിയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ അവർ സർവൈവ് ചെയ്യും. അല്ലെങ്കിൽ ഇവർ ഈ ചെളിയിൽ കിടന്നിട്ട് ഇവിടെ മരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത്. എടാ കുഞ്ഞിനെ കിട്ടിയാ? എടാ ആദ്യൻ ഗംഭീരകാരനെ പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ കിട്ടില്ല. തപ്പ് നന്നായിട്ട് ഇളക്കി തപ്പ്. നമ്മൾ നോക്കിയേ. അവിടെ ഗംഭീര വലുതുണ്ടായിരുന്നു. സാറെ കൈമ തട്ടിപ്പോയി. അത് കല്ലെത്തി. ഇതാ നോടി. അവിടെ തന്നെ അത് പോയി. ആ അത് പാലഷാട്ടം പിടിച്ചു കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട് വലുത്. ആ ആരൂരിക്കൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോഴേ. ഇവിടെ ഒക്കെ ചേർന്ന് അച്ഛ നല്ല സ്കോറിങ്.
ഞാൻ വന്നിട്ട് ഇപ്പൊ രണ്ടെണ്ണത്തിന് പിടിച്ചു. അതല്ലടാ, അത് മീനുള്ളടത്ത് കൈ എത്തണോണ്ടാ. അല്ല അത് ഓനെ മുടുക്കൊന്നുമല്ല, ഓൻ്റെ കൈ വെച്ച കൊടുത്ത് മീൻ വന്നു, ഓന് കിട്ടി. നിങ്ങൾ കൈ വെച്ച് കൊടുത്തൊക്കെ ആ വലുത് ചിലപ്പോൾ ഇവനെ സുബിനാവും ചിലപ്പോൾ പിടിക്കണ്ടാവുക. ഇവനെ എന്തോ സച്ചോ വാശി പിടിച്ചാലേ ചിലപ്പോൾ സുബിനാവും വലുത് പിടിക്കണ്ടാവുക. അങ്ങടി ആടിയില്ലല്ലോ. അപ്പോഴത്തേക്കും ചാടിയില്ല. അതിന് ചാടാൻ വയ്യ. ചാടാൻ വയ്യ. ഇവിടുന്ന് ചാടി ഇന്ത്യ സച്ചിൻ്റെ മുമ്പ് സംഭവം ഇതിനെ അടിക്ക് പങ്കുണ്ട്. അങ്ങോട്ട് പങ്കില്ല. വെള്ളം കൂടി കിടന്നല്ലോ. ഇവിടെ വാഴമുക്ക് വെള്ളം കളയും. ആ ബക്കറ്റായിട്ട് വരണ്ട കേട്ടോ. അടിപൊളി. ഇനിയിപ്പോൾ വെള്ളം വറ്റിച്ച് പരിപാടി ഒപ്പിക്കാം കേട്ടോ. ആ എടാ, ഓ ഒരു പരലും കിട്ടി. അവിടെ ഒരു ബ്ലോക്ക് ഇട്ട് കൊടുക്കുക. ബ്ലോക്ക് ഇവിടെ ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ. വരണ്ടോ? വെള്ളം അങ്ങോട്ട് വിട്ടപ്പോ മീൻകുട്ടിയൊക്കെ അങ്ങോട്ട് പോകണ്ട കേട്ടോ. കുറച്ച് ആ അതെ അതെ. അപ്പോൾ വലിയ കണ്ണ് യദുവിൻ്റെ അടുത്ത് ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു കേട്ടോ. കലക്കുമ്പോൾ കണ്ണം മഴ കിട്ടും. അങ്ങോട്ട് വന്നിട്ട് അവിടെ അങ്ങനെ അവിടെ ഇങ്ങടാക്കി. പറയാൻ പിടിക്കയ്യ. അയ്യോ ആ പോയി ആ ചാടി. ചെരുപ്പ് നോക്കിയോട്ടെ. ചെരുപ്പുണ്ടോ കയ്യിൽ? ചെരുപ്പുണ്ടോ അവിടെ? അവിടെ തന്നെ ഇത് തന്നെ ഉണ്ട്. ഇവിടെ 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 കാണിക്ക. അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടു അപ്പം നമ്മളെ എടുക്കാനുണ്ട്. മയക്കില്ല മയക്ക് കളിക്കട്ടെ. പിടിച്ചോട്ടോ. കൊല്ലന്റെ താമസം കൂടെ കൊണ്ടോ. എന്തുകൊണ്ടാണ് കിട്ടിയാ എൻ്റെ കല്ലെത്തി? ആ അപ്പോൾ ഇങ്ങനെ വെട്ടിയാണ് കല്ലെത്തി.
ഓ കണ്ണൻകുട്ടി. അവിടെ ഉണ്ടോ കണ്ണാ നോക്കിയേക്കാം. പിന്നെ അവിടെ ചാങ്കോട്ടെ കിട്ടിയോ? കിട്ടും വെള്ളം പറ്റിയില്ലേ. കലക്കെ ഇതാ പിടിച്ചോ. എന്താ ഒരു പറലേടാ? ആ പറലെടുത്തു കല്ലെത്തി. പറലിന് കിട്ടി. എന്താണ് ചെറുതാണോ വലുതാണോ? അപ്പോൾ ഗൈസ് വെള്ളം വറ്റുന്നനുസരിച്ചിട്ടേ ഇവിടെ കൊറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ. കൊറ്റികൾ ഇവിടെ ചാടണ. അയ്യോ അവനെ കൊണ്ടുപോയാ? അയ്യോ നല്ല ക്യാഷ് ആയാലോ. ആ കണ്ണൻകുട്ടീനെ കൊറ്റി കൊണ്ടുപോയാ? അവിടെ ആ അപ്പോൾ അവർ വറ്റിച്ച് കൊടുക്കും. ആ കൊറ്റി വന്നിട്ട് എടുത്തിട്ട് പോയി. അപ്പോൾ ആ കൊറ്റി കൊണ്ടുപോയ കാഴ്ചയപ്പോൾ നമ്മൾ കണ്ടിട്ടോ. അടിപൊളി കൊറ്റി ഗംഭീര. അവന്മാർ തമ്മിൽ തന്നെ തല്ലൂടുണ്ട്. ഒരു കുളക്കൊക്കനെ ഇവന്മാർ ചിന്ന വണ്ടികൾ ഓടിച്ചു. ഇവരെന്നെ തമ്മിൽ തല്ലണം. അടിപൊളി. ഓ ഉപ്പിച്ചല്. കണ്ടുപിടെ നാട്ടിനെ കണ്ടുകൂടെ. ഓ അടിപൊളി. ആ പാർഷേട്ട സിമ്പിളായിട്ടാണ് കൈ പിടിച്ചിരുന്നത് കേട്ടോ. പെറുക്കിയെടുക്കുക അല്ലേ പാർഷേട്ടാ? പക്ഷെ അവിടെ ടാർഗറ്റ് മറ്റവനാണോ അവന്? ആ വന്നു 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 വന്നു. ഇതല്ലേ ഇതല്ലേ ആ കാണിച്ചു കാണിച്ചു കാണിച്ചു. ഓ ആ അപ്പോൾ ഒന്നാൾ പിടിച്ച് നോട്ടെ. ഓ അടിപൊളി. അപ്പോൾ ടാർഗറ്റ് വെച്ച സാധനം കിട്ടിയിട്ടോ. കാണിച്ചു കാണിച്ച്. നിലത്തിട്ട് ചാടുമോ? ആ എന്നാൽ നിലത്തിട്ടോ. പറഞ്ഞൂടി ഉണ്ടല്ലേ? ഹായ് ബായോ നിങ്ങളെങ്ങോട്ടാ? നിങ്ങളെങ്ങോട്ടാ പോണേ? അതെയാ പോണ്ട. കണ്ണുകുട്ടി മിസ്സാകണ്ടോ അവനെ? ഓ ആ നല്ല കാലത്തേക്ക് അറിഞ്ഞു കൊടുക്കണം. ഈ വെള്ളത്തിന് പിടിച്ച് അപ്പുറത്തെ വെള്ളത്തേക്ക് അറിയാം. മറ്റേ ചത്തു പോകുന്നുണ്ട് കേട്ടോ. കൊണ്ടനെ കേട്ടേ രണ്ടാളും
കടിക്കണ്ട എടാ വലുതിനെ കാണിച്ചാൽ നോട്ടെ ആദ്യത്തെ വലിയ വലിയ കാണാൻ നോട്ടെ നേരെ പിടിക്കും. അപ്പോൾ കേസ് ഇപ്പോൾ ഇവിടെ കിട്ടിയ നമുക്ക് ഇവിടെ കിട്ടിയ വലിയ കണ്ണാണ് കേട്ടോ. നമ്മൾ ടാർഗറ്റ് തരണം. ഈ വലിയ കണ്ണ ഇവിടെ ഉണ്ട് അവനെ കണ്ടിരുന്നു, അവ കിടന്ന് പൊളച്ചിരുന്നു. അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. ലാസ്റ്റ് അവനെ അവിടെ എന്താ സുബിന് പൈസ കൊടുക്കാൻ പോയില്ലേ? പോയി വന്നോ? ഞാൻ മുണ്ടൊക്കെ ഊരിയിട്ട് അപ്പോൾ ഇതിൽ ഒരെണ്ണം കൂടി വെളുത്തുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ കിട്ടും അവന്. അപ്പം എന്തുണ്ടായി കഴിഞ്ഞോ? ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ അല്ലേ? ആരിലാണെങ്കിൽ അപ്പുറത്തെ വെള്ളത്തിൽ വിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇതിലത്തെ ഒരു കണ്ണനും കൂടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ആ ഭാഗം ഒന്ന് വറ്റിച്ച് നോക്കാം കേട്ടോ. അവസാന പോർഷൻ കൂടി വറ്റിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊക്കെ നമ്മൾ തുറന്നു നോക്കാൻ പോകട്ടോ. എന്തുമാത്രം മീൻ കിട്ടിയിട്ടുണ്ടല്ലേ. ബാലകൃഷ്ണൻ ടീമൊക്കെ വരുന്നുണ്ട്. യദു, സച്ചു, ആദിത്യൻ, സുബിൻ എല്ലാവരും ഉണ്ട്. മോനെ ഇവിടെ ഇട്ട് മോനെ ഇവിടെ എടുക്കണ്ടോ? എടുക്കണ്ടോ? അപ്പോൾ നമ്മുടെ അടിപൊളി. ഓ അല്ല അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളാണ്. ചക്കപ്പൊണ്ണൻ, നമ്മുടെ തിലോപ്പിയനെ ഇവിടെ ചക്കപ്പൊണ്ണൻ എന്നാ പറയാ. അടിച്ചോ അടിപൊളി. ചെറിയ അത് കല്ലുത്തി അല്ലേ? അത് കല്ലുത്തി, ചെറിയ തിലോപ്പിയല്ലേ? അവിടെ കണ്ണനാവട്ടെ, കണ്ണൻ ആ വലിയ കണ്ണ. ആ അതെ അതെ പിടിച്ചാട്ടോ. പിടിച്ചാള്. ഓക്കെ അത് ചക്കപ്പൊണ്ണല്ലേ? അപ്പോൾ കേസ് രാവിലെ തുടങ്ങിയ പരിപാടി അല്ലേ? എത്ര മണിക്ക് തുടങ്ങി? 10 മണിക്ക് തുടങ്ങി. 1 മണിയായി. അപ്പോൾ 1 മണിയായപ്പോഴേക്കും നമുക്ക് കിട്ടിയ കളക്ഷൻ ആയിട്ടത്. ഒരു പൂട്ടനെ കണ്ടിരുന്നു. പൂട്ട അല്ലെ പള്ളത്തി. അടിപൊളി. ഓക്കെ.